ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. ഗുഡ് ഈവനിങ്. എന്തായി, പഠിപ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നു? എക്സാം ഒക്കെ അടുത്തല്ലേ? പഠിപ്പൊക്കെ നല്ലപോലെ പാസ്സാവാനുള്ള പോലെ സൂപ്പറായി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പ്രീ മോക്ക് ആയിരുന്നു. പ്രീ ഡിസംബർ മോക്ക് എക്സാം ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ MCQs OTQs കംപ്ലീറ്റ് ചെയ്തു. ഡേ 1 നമ്മൾ MCQs OTQs കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഡേ 2 നമ്മൾ അതിന്റെ സെക്ഷൻ സി ആണ് ചെയ്യാൻ ബാക്കിയുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 30 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 31 തൊട്ടിട്ട് ഇപ്പൊ സെക്ഷൻ സി ചെയ്യുമ്പോൾ നമ്മൾ റിവിഷൻ ഫേസിലും എപ്പോഴും പറഞ്ഞതാണ്, നമ്മൾ ആദ്യം 45 മിനിറ്റ് ആണ് നമുക്ക് സമയം ഉണ്ടാവുക. ആദ്യം നമുക്ക് തിയറി പോർഷൻ ഡയറക്റ്റ് തിയറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് തിയറി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ കാണുന്ന പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ സിനാരിയോ ഞാൻ വായിക്കുന്നില്ല, റിക്വയർമെന്റ് വായിക്കാം. റിക്വയർമെന്റ് ആദ്യം തന്നെ 10 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് മാർക്കറ്റ് വാല്യൂ ആഫ്റ്റർ ടാക്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വാക്ക് കാൽക്കുലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതും 10 മാർക്കിന് മാർക്കറ്റ് വാല്യൂ വാക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് സിനാരിയോ ബേസ്ഡ് ആണ്. അപ്പൊ അതവിടെ വെച്ചിട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. ഡിസ്കസ് വൈ മാർക്കറ്റ് വാല്യൂ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് പ്രിഫേർഡ് ടു ബുക്ക് വാല്യൂ വെൻ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ വാക്ക് മാർക്കറ്റ് വാല്യൂ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു ബുക്ക് വാല്യൂ ഉപയോഗിക്കുന്നതിനെക്കാട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഞാനൊരു ചെറിയ കണക്ഷൻ തരാം. ഇത് എനിക്ക് തോന്നുന്നു തൂഫ കമ്പനിയോ ടിനപ്പ് കമ്പനിയോ ഏതോ ഒരു ക്വസ്റ്റ്യനിലെ നമ്മുടെ കിറ്റിലുള്ള ക്വസ്റ്റ്യന്റെ തന്നെ തിയറിയാണിത്. അപ്പോ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അതേപോലെ ബുക്ക് വാല്യൂ ഉണ്ട്. ബുക്ക് വാല്യൂ രണ്ടും വാക്കാണ് യൂസ് ചെയ്യുന്ന. വാക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ വാല്യൂ അല്ലേ, ലേറ്റസ്റ്റ് ന്യൂ വാല്യൂ അല്ലേ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ ലേറ്റസ്റ്റ് വാല്യൂ അല്ലേ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ, ലേറ്റസ്റ്റ്. ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ പഴയ വാല്യൂ അല്ലേ, പഴയ വാല്യൂസ് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇക്വിറ്റി ഷെയറിന്റെ കേസ് എടുക്കുക. കെ ഇ കാൽക്കുലേഷൻ ഉണ്ടല്ലോ നമ്മുടെ വാക്കിൽ. KE കാൽക്കുലേഷൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെല്ലാം ഇൻറ്റു P0 എന്ന് ചെയ്യുമ്പോൾ ഇന്നത്തെ വാല്യൂ പ്രകാരം, ഇന്നത്തെ ഒരു ഷെയറിന്റെ വാല്യൂ പ്രകാരം എത്രയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് തന്നെ ബുക്ക് വാല്യൂ പ്രകാരമാണ് കമ്പനി തുടങ്ങി അന്നത്തെ അല്ലെങ്കിൽ പണ്ടത്തെ വാല്യൂ പ്രകാരം എത്ര വരുന്നു അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വിറ്റിന്റെ കേസിൽ തന്നെ ഷെയർ പ്രൈസ് ആലോചിച്ച് നോക്കുക. ഈ ഷെയർ പ്രൈസ് കമ്പനി തുടങ്ങിയ അന്നത്തെ ഷെയർ പ്രൈസ് ആയിരിക്കും ഇപ്പോ? അല്ല. മോസ്റ്റ്ലി ഇത് കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ബുക്ക് വാല്യൂ $1 ആണെന്ന് ആയിരിക്കും. ഒരു ഷെയറിന്റെ ബുക്ക് വാല്യൂ $1 ആണെങ്കിൽ ചിലപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ പ്രകാരം അത് ചിലപ്പോൾ ഒരു $2.5 ഒക്കെ ആയിരിക്കും. 2.5. അപ്പൊ മോസ്റ്റ്ലി ഈ ഷെയർ പ്രൈസ് കൂടാനാണ് സാധ്യത. P0 എന്ന് പറയുന്ന ഷെയർ പ്രൈസ് കൂടാനാണ് സാധ്യത. അപ്പൊ വാല്യൂസ് എടുത്ത് നോക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ഹയർ. ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ഹയർ, ബുക്ക് വാല്യൂ ലോവർ ആയിരിക്കും ഉണ്ടാവുക, ലോവർ. വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും കൂടുതൽ, ബുക്ക് വാല്യൂവിനെക്കാട്ടും. ഞാൻ ഇക്വിറ്റിന്റെ കേസാണ് പറയുന്നത്, ഇക്വിറ്റിന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹയർ വാല്യൂ ഉള്ള ഇന്നത്തെ കറക്റ്റ് വില അറിയുന്ന ഹയർ വാല്യൂ ഉള്ളത് ഉപയോഗിച്ച് ചെയ്താലല്ലേ നമുക്ക് കറക്റ്റ് വാക്ക് കിട്ടുള്ളൂ. ലോവർ വാല്യൂ ആയിട്ട് വരുന്ന ബുക്ക് വാല്യൂ ഉപയോഗിച്ച് ചെയ്താൽ അവിടെ കോസ്റ്റ് കുറയും, ഓട്ടോമാറ്റിക്കലി വാക്ക് അവിടെ കുറവായിരിക്കില്ലേ. ഇപ്പുറത്ത് വാക്ക് കൂടുതലാവുമ്പോൾ മാർക്കറ്റ് വാല്യൂ ബേസിസിൽ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് എപ്പോഴും ബുക്ക് വാല്യൂവിനെക്കാട്ടും കൂടുതലാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാക്ക് കൂടുതലായിരിക്കും, മറ്റേ സ്ഥലത്ത് ബുക്ക് വാല്യൂ കേസസിൽ വാക്ക് കുറവായിരിക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക, എന്തിനാ നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ബുക്ക് വാല്യൂ ബേസിസിൽ വാക്ക് കുറവായിരിക്കും നമ്മൾ പറഞ്ഞു. ഈ വാക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ചെയ്യണം, ഒരു പ്രൊജക്ട് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. ആ പ്രൊജക്ട് ചെയ്യുന്നതും കൊണ്ട് നമുക്ക് NPV എത്ര കിട്ടും? NPV കാൽക്കുലേഷൻ, NPV എത്ര കിട്ടും? ആ NPV കാൽക്കുലേഷൻ ആണ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ബുക്ക് വാല്യൂ പ്രകാരമാണ് NPV കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വാക്ക് കുറവായിരിക്കും. വാക്ക് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി NPV കൂടുതലായിരിക്കില്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പ്രസന്റ് വാല്യൂ തമ്മിലുള്ള റിലേഷൻ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ വാക്ക് കുറവാണെങ്കിൽ എന്തായാലും NPV കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ബുക്ക് വാല്യൂ ബേസിസിൽ തീരുമാനം എടുക്കാൻ പോയാൽ കൂടുതൽ NPV കിട്ടും എന്നുള്ള ബേസിസിലായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുന്നത്. പക്ഷേ ശരിക്കും ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ, ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇന്നത്തെ വാല്യൂ പ്രകാരം എക്സാക്ട്ലി എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നതല്ലേ അത് കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ബുക്ക് വാല്യൂ ആണ് ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ കോസ്റ്റിനെ അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ, വാക്കിനെ അണ്ടർസ്റ്റേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പ്രസന്റ് വാല്യൂവിന് ഓവർ സ്റ്റേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓൾവേസ് ബെറ്റർ, എപ്പോഴും ബെറ്റർ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എക്സാക്ട്ലി ഇന്നത്തെ വാല്യൂ പ്രകാരം എത്രയാ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ബുക്ക് വാല്യൂ ഉപയോഗിക്കുന്നതിനെക്കാട്ടും മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലതെന്നുള്ളത്.
ഇനി ഇവരുടെ ആൻസറിൽ അത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നമുക്ക് ഇവരുടെ ആൻസർ വായിച്ചു നോക്കാം. മാർക്കറ്റ് വാല്യൂസ് ആർ പ്രിഫറബിൾ ടു ബുക്ക് വാല്യൂ വെൻ കാൽക്കുലേറ്റിംഗ് വാക് ബിക്കോസ് ദേ റിഫ്ലക്ട് കറന്റ് വാല്യൂ ഓഫ് കമ്പനീസ് കോസ്റ്റ് ഇല്ലെ കമ്പനീസ് ക്യാപിറ്റൽ. ഇന്നത്തെ കറന്റ് വാല്യൂ എത്ര ഉണ്ട് തരുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്. ബുക്ക് വാല്യൂ ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മാർക്കറ്റ് വാല്യൂ. ദിസ് വിൽ യൂഷ്വലി അണ്ടർസ്റ്റേറ്റ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി. എന്ന് വെച്ചാൽ ഇക്വിറ്റിനെ കുറച്ച് കാണിക്കും. അതുകൊണ്ട് തന്നെ എന്തായി തോന്നുന്നു വെച്ചാൽ ബുക്ക് വാല്യൂലുള്ള ഇത് ഭയങ്കര കൂടുതലായിട്ട് വരും. ബുക്ക് വാല്യൂ ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓർഡിനറി ഷെയർസ് യൂഷ്വലി സിഗ്നിഫിക്കന്റ്ലി ഹയർ ദാൻ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഭയങ്കര കുറവായിട്ടും മാർക്കറ്റ് വാല്യൂ ഭയങ്കര കൂടുതലായിട്ടും വരും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെ കുറഞ്ഞ് വാക്ക് മോസ്റ്റ് ലൈക്ലി വാക്ക് ഈസ് ടു ബി അണ്ടർസ്റ്റേറ്റഡ്. വാക്ക് ഭയങ്കര അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. വാക്ക് അണ്ടർസ്റ്റേറ്റഡ് ആണെങ്കിൽ പ്രസന്റ് വാല്യൂ ഒക്കെ മാറും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് വേണേൽ വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ സെയിം മീനിങ് തന്നെയാണ് അവർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത തിയറിയിലേക്ക്, ഒരു തിയറി നമ്മൾ പറഞ്ഞു. എത്ര മാർക്കിനാണ് ആ തിയറി ചോദിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ 2 പോയിന്റ് മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ കറന്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ കറന്റ് വാല്യൂ പ്രകാരം വേണമെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കണം. അതേപോലെ മാർക്കറ്റ് വാല്യൂ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ യൂസ് ചെയ്താൽ നമ്മുടെ വാക്ക് ഭയങ്കര കുറവും പ്രസന്റ് വാല്യൂ ഭയങ്കര കൂടിയിരിക്കും. അത് കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ഡിസിഷൻ എടുക്കുന്ന ഇന്നായതുകൊണ്ട് ഇന്നത്തെ എക്സാക്ട് വാല്യൂ ഉപയോഗിക്കുന്നതാണ് ഓൾവേസ് നല്ലത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളാം. 4 മാർക്കിന്. അടുത്ത ഇത് ഡയറക്റ്റ് തിയറി ആയിരുന്നു. സിനാരിയോ ഒന്നും വായിക്കാണ്ട് എഴുതാം. അടുത്ത ചോദിച്ചേ, ഡിസ്കസ് 3 അട്രാക്ഷൻസ് ടു ബ്രാൻഡ്ബറി ഓഫ് കൺവേർട്ടബിൾ ഡെപ്റ്റ് കമ്പയർഡ് ടു ബാങ്ക് ലോൺ. ബാങ്ക് ലോണും കൺവേർട്ടബിൾ ഡെപ്റ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തുകൊണ്ട് കൺവേർട്ടബിൾ ഡെപ്റ്റിന്റെ കുറച്ച് അട്രാക്ഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്നുള്ള പോലെ പറയാനാ പറഞ്ഞു. രണ്ടും ഡെപ്റ്റാ, കൺവേർട്ടബിളും അതേപോലെ ബാങ്ക് ലോണും രണ്ടും ഡെപ്റ്റാണ്. അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ, ഇപ്പൊ നമ്മളൊരു കൺവേർട്ടബിൾ എന്ന് വെച്ചാൽ എന്താ, കൺവേർട്ടബിൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ റിഡീമബിൾ ആണ്. രണ്ടും റിഡീമബിൾ ആണ് ബാങ്ക് ലോൺ. ഇപ്പൊ 5 വർഷമാണ് രണ്ടിനും വരുന്നത്, സെയിം മെച്യൂരിറ്റി. 5ാമത്തെ വർഷം ആകുമ്പോൾ ബാങ്ക് ലോൺ ആകുമ്പോൾ എടുത്ത ഫുൾ വാല്യൂ തിരിച്ചടക്കേണ്ടി വരും. കൺവേർട്ടബിൾ ആകുമ്പോൾ 5ാമത്തെ വർഷം പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരില്ല, ഷെയർ ആയിട്ട് മാറ്റാൻ പറ്റും. ഇതല്ലേ കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ലെൻഡേഴ്സിനോട്, നമുക്ക് പൈസ തരുന്ന ആൾക്കാരോട് പറയാണ്, ബാങ്ക് ലോൺ ആയിട്ടാണ് നിങ്ങൾ പൈസ തരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ തിരിച്ചു തരണം പൈസയായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാണ്, ഇപ്പൊ ഒരു 10% അതേ സമയത്ത് കൺവേർട്ടബിൾ ആയിട്ടാണ് നിങ്ങൾ പൈസ തരുന്നെങ്കിൽ അവസാനം ഞാൻ നിങ്ങളെ എന്റെ ഓണർ ആക്കാനുള്ള ഒരു റൈറ്റും കൂടി തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ 10% തരില്ല, ഒരു 8% തരില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റും. കൺവേർട്ടബിൾ ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം അവർക്ക് അവസാനം നമ്മൾ റൈറ്റ് കൊടുക്കുന്നുണ്ട്, കൺവേർട്ട് ചെയ്യാം എന്നുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇക്വിറ്റി എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വെക്കുന്നുണ്ട്. അപ്പൊ ആ ലെൻഡേഴ്സിനെ സംബന്ധിച്ച് അത് ഉപകാരമാണ്. വേണമെങ്കിൽ അവർക്ക് പൈസ ആയിട്ട് പോയില്ല, പെട്ടെന്ന് തന്നെ ഇക്വിറ്റി ആക്കാനും പറ്റും, ഓണർ ആവാനും പറ്റും. അങ്ങനെ വരുന്നതും കൊണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. നമ്മൾ കമ്പനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് ഒരു റീസൺ. 3 റീസൺസ് എഴുതിയാൽ മതി. 6 മാർക്കിന് പറയുമ്പോൾ 3 റീസൺ പറഞ്ഞാൽ പോരെ. അടുത്ത, ഇങ്ങനെ ഒരു റൈറ്റ് കിട്ടുന്നില്ല റിഡീം ചെയ്യാൻ സമയത്ത്. കമ്പനീനെ പറ്റി ആലോചിക്കുക. നമ്മളിപ്പോ ഇവിടെ പറയുന്ന പേര് ബ്രാൻഡ്ബറി കമ്പനിയാണ്. ബാങ്ക് ലോൺ എടുത്തെങ്കിൽ വർഷം അവസാനം ഇല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം പൈസ ആയിട്ട് കൊടുക്കണം എന്ന് ഉറപ്പാണ്. 5 വർഷത്തിന് ശേഷം നമ്മൾ പൈസ ആയിട്ട് കൊടുക്കണം എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളിവിടെ കൺവേർട്ടബിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ പൈസ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ പോരെ. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് പൈസ അത്രയും പോകില്ല. റിഡംഷൻ പീരീഡിൽ നമുക്കത് ഭയങ്കര സുഖമാണ്. റിഡീം ചെയ്യുന്ന സമയത്ത് കമ്പനിയെ സംബന്ധിച്ച് പൈസ അത്രയും പോകില്ല, ഷെയർ കൊടുത്താൽ മതി. അതാണ് അടുത്ത ബെനിഫിറ്റ്. അതേപോലെ തന്നെ ഈ ആൾക്കാർക്ക് ഗിയറിംഗിന്റെ കേസ്, നമ്മൾ കമ്പനീന്റെ ഗിയറിംഗ് പറയില്ല, ഗിയറിംഗ് വെച്ചാൽ എന്താ, ഡെപ്റ്റ് കൂടുമ്പോൾ അല്ലേ ഗിയറിംഗ്. ഇപ്പൊ കമ്പനിയിൽ ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ടബിൾ എടുക്കുന്ന സമയത്ത് ഡെപ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡെപ്റ്റ് കുറഞ്ഞിട്ട് അവിടെ ഇക്വിറ്റി കൂടുക എന്ന് പറയുമ്പോൾ ഗിയറിംഗിൽ ഭയങ്കര ചേഞ്ച് അല്ലേ. ഗിയറിംഗ് എടുക്കുന്നതോറും കമ്പനിയിൽ ഫിനാൻഷ്യൽ റിസ്ക് ഒക്കെ വരില്ലേ. പിന്നെ അവർ പറയുന്ന പോയിന്റ് സെക്യൂരിറ്റീന്റെ കേസാണ്. ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും അസറ്റ് ഒക്കെ പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും. ബാങ്ക് ലോൺ ആയിട്ട് എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും അസറ്റുകളൊക്കെ പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കമ്പനിയിൽ അസറ്റ്സ് വേണം, സെക്യൂരിറ്റി വേണം. കൺവേർട്ടബിൾ ആകുമ്പോൾ അതേ സമയത്ത് ലാസ്റ്റ് നമ്മൾ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇത് വെക്കുന്നത് കൊണ്ട് അവിടെ സെക്യൂരിറ്റീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ്. അവർ കൊടുത്തിരിക്കുന്ന ആൻസർ നോക്കാം. തിയറിന്റെ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആദ്യം പറഞ്ഞ പോയിന്റ്. ബ്രാൻഡ്ബറി ലെൻഡേഴ്സ് വിൽ നോർമലി ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ലോവർ കൂപ്പൺ റേറ്റ്. അവർക്ക് കുറഞ്ഞ റേറ്റ് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് അവർ പറയാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് എന്ത് കിട്ടും, അഡീഷണൽ കൺവേർഷൻ റൈറ്റ്സ് കിട്ടും. കൺവേർഷൻ റൈറ്റ്സ്. പോസിബിലിറ്റി ഓഫ് നോട്ട് റിഡീമിംഗ് ദ ഡെപ്റ്റ് ആസ് എ മെച്യൂരിറ്റി. ലാസ്റ്റ് അവരെന്തുണ്ട്, ഇത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ റിഡീം ചെയ്യില്ല, അപ്പൊ നമുക്ക് അത്രയും പൈസ കൊടുക്കണ്ട, കമ്പനിക്ക് അതൊരു ഗുണമാണ്. ഫ്രീസ് ബാൻബറീസ് ക്യാഷ് റീപേയ്മെന്റ്. അവർക്ക് ആ റീപേയ്മെന്റ് അത്രയും പൈസ കയ്യിൽ തിരിച്ചു കിട്ടി.
ഡെപ്റ്റിന്റെ സെക്യൂരിറ്റിന്റെ കേസ്, അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്, ഇമ്പാക്ട് ഓൺ ഗിയറിംഗ്, ഇതൊക്കെയാ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാണുന്നതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. നോട്ട് ഓൺലി 3 ആർ റിക്വയർഡ്, ഇതാണ് ഇമ്പോർട്ടന്റ്. എല്ലാത്തിനെ പറ്റിയിട്ട് 2 സെന്റൻസേ എഴുതിയിട്ടുള്ളൂ. എല്ലാ സ്റ്റേറ്റ്മെന്റിലും എല്ലാ പോയിന്റും ഹെഡിങ് ആയിട്ട് എഴുതി 2 സ്റ്റേറ്റ്മെന്റ് എഴുതി, ഇത് അവർ ചെയ്തോളൂ. അപ്പൊ നിങ്ങളും ഒരു തിയറി ആൻസർ എഴുതുമ്പോൾ, സെക്ഷൻ സിന്റെ തിയറി ആൻസർ എഴുതുമ്പോൾ പോയിന്റ് ആയിട്ട് എഴുതി വെക്കരുത്, ദയവ് ചെയ്തിട്ട്. ക്ലാസ്സസിൽ എപ്പോഴും പറയുന്നതാണ് പാരഗ്രാഫ് ആക്കി എഴുതണം. അപ്പൊ ഇവരുടെ ആൻസറുകൾ ഇതായിരുന്നു: ഇൻട്രസ്റ്റ് റേറ്റ്, റിഡീം ചെയ്യേണ്ട, സെക്യൂരിറ്റി ഓഫ് ഡെപ്റ്റ്, ഇത് മൂന്നുമാണ് അവരുടെ പോയിന്റുകൾ. അത് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പാരഗ്രാഫ് ആക്കി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോഴാണ് ഒരെണ്ണത്തിന് 2 മാർക്ക് വെച്ച് കിട്ടിയിട്ട് ടോട്ടൽ 6 മാർക്സ് നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ 6 മാർക്സ്. ഓക്കെ ആണോ? ഇപ്പൊ 2 തിയറി കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഇപ്പൊ 20 മാർക്സിൽ 6ഉം 4ഉം 10 മാർക്കിന്റെ തിയറി, ഡയറക്റ്റ് തിയറി ആയിരുന്നു. 10 മാർക്ക് എന്ന് പറയുമ്പോൾ 20 to 25 മിനിറ്റിനുള്ളിൽ വേണം എഴുതി തീർക്കാൻ വേണ്ടി. 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 25 മിനിറ്റ്സിനുള്ളിൽ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഇനി നേരെ വാക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. അത് ഞാനൊരു എക്സലിൽ ചെയ്ത് കാണിക്കാം. ആദ്യം വാക്ക് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നോക്കണം. ഇവിടെ ഇക്വിറ്റി ഫിനാൻസ് ഉണ്ട്, നോൺ കറന്റ് ലയബിലിറ്റിയിൽ കൺവേർട്ടബിൾ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു എക്സൽ ഷീറ്റിൽ ചെയ്ത് കാണിച്ചു തരാം. എക്സൽ ഷീറ്റ് ഇതിന്റെ താഴെ ചെയ്യാം. അപ്പൊ ഇവിടെ എന്തൊക്കെയായിരിക്കും വരിക എന്ന് ചോദിച്ചാൽ, KE ഉണ്ടാവും, KP ഉണ്ടാവും, KD കൺവേർട്ടബിൾ ലോൺ നോട്ട് ഉണ്ടാവും. KD ലോൺ നോട്ട് എന്ന് കൊടുക്കുന്നു. KD ലോൺ നോട്ട് ഇത്രയും സാധനമാണ്. അപ്പൊ ഒരു KD ഉള്ളൂ, ബാങ്ക് ലോൺ ഇല്ല. അപ്പൊ KD എന്ന് മാത്രം കൊടുത്താലും മതി. മാർക്കറ്റ് വാല്യൂ ബേസിസിൽ ചെയ്യേണ്ടതുണ്ട്. VE ഉണ്ടാവും, VP ഉണ്ടാവും, VD ഉണ്ടാവും. ഇത് 3 ഉണ്ടാവുക. ഇനി ഇതിൽ തന്നെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇക്വിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ വാക്ക് ചെയ്യാം. നമ്മുടെ വാക്കിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ മെത്തേഡ് ഇതല്ലേ. മാർക്കറ്റ് വാല്യൂ ബേസിസിലാണ് ഇവിടെ ചെയ്യേണ്ടത്. മാർക്കറ്റ് വാല്യൂ ബേസിസിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് SOFP തന്നിട്ടുണ്ട്. ഓർഡിനറി ഷെയർസ് ഒരെണ്ണത്തിന്റെ നോമിനൽ വാല്യൂ 1 രൂപയാണ്. 20 മില്യൺ ആണ്. 20 മില്യൺ മാർക്കറ്റ് വാല്യൂ ബേസിസിലായിട്ട് നമ്മൾ റിസർവ്സ് എടുക്കുമോ? ഇല്ല, റിസർവ്സ് നമ്മൾ എടുക്കില്ല. നോൺ കറന്റ് ലയബിലിറ്റി 7% കൺവേർട്ടബിൾ ലോൺ നോട്ട് ഉണ്ട്. അതിന്റെ നോമിനൽ വാല്യൂ 100 ആണ്. 20 മില്യൺ ആണ് ടോട്ടൽ ബുക്സിലെ വാല്യൂ. 5% പ്രിഫറൻസ് ഷെയർ ഉണ്ട്. 5% അതിന്റെ നോമിനൽ വാല്യൂ 1 ആണ്. ബ്രാൻഡ്ബറി കമ്പനി ഹാസ് ആൻ ഇക്വിറ്റി ബീറ്റ ഇക്വിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ CAPM മോഡൽ ആയിരിക്കും. ബീറ്റ ഇക്വിറ്റി 1.3 തന്നിട്ടുണ്ട്. 1.3. എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനീസ് ഇക്വിറ്റീസ് 80 മില്യൺ. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. 80 മില്യൺ. അപ്പൊ ഇവിടെ ഡയറക്ട്ലി ഗിവൺ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിത് പൊതുവെ കണ്ടുപിടിക്കലാണ്. അത് നമുക്ക് P0 തന്നിട്ട് നമ്മൾ ഫുൾ വാല്യൂ കണ്ടുപിടിക്കലാണ്. ഇവിടെ ഫുൾ വാല്യൂ തന്നു. അപ്പൊ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് P0 കണ്ടുപിടിക്കാം. P0 ഞാൻ ഇവിടെ എഴുതുന്നു. P0 എത്രയായിരിക്കും വരിക? P0 80 മില്യൺ ആണ് ഇന്നത്തെ മാർക്കറ്റിലെ വില. നമ്പർ ഓഫ് ഷെയർസ് ആണ് കിട്ടേണ്ടത്. ടോട്ടൽ ബുക്സിലെ വാല്യൂ 20 മില്യണും ഒരെണ്ണത്തിന്റെ നോമിനൽ വാല്യൂ പെർ ഷെയർ 1 എന്ന് പറയുമ്പോൾ 20 മില്യൺ ആയിരിക്കും നമ്പർ ഓഫ് ഷെയർ. അതും വേണം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഷെയർസ് കിട്ടാൻ ബുക്സിലെ വാല്യൂ 20 മില്യൺ ആണ്. ഒരു ഷെയറിന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണ് നമ്പർ ഓഫ് ഷെയർ 20. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ 80 ആണ്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ചെയ്താൽ ഒരു ഷെയറിന്റെ ഇന്നത്തെ പ്രൈസ് 4. അത് കിട്ടി. ഇനി ബാക്കി വായിക്കാം. എക്സ് ഡിവിഡൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് കൺവേർട്ടബിൾ ഡെപ്റ്റ് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 18 മില്യൺ. അതും ഡയറക്ട്ലി ഗിവൺ ആണ്. വാല്യൂ ഓഫ് പ്രിഫറൻസിന്റെയും മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 5.5. ഇവിടെ കാണാം 5.5 മില്യൺ. അതും തന്നു. അപ്പൊ എല്ലാം തന്നു. മാർക്കറ്റ് വാല്യൂസ് എല്ലാം തന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് P0 എന്നുള്ള പോലെ ഓരോന്നിന്റെയും കണ്ടുപിടിക്കാം. P0 ഇവിടെ സൈഡിൽ സെപ്പറേറ്റ് എഴുതി വെക്കാം. P0 ഇക്വിറ്റി ഷെയറിന്റെ, P0 ഷെയർസിന്റെ നമ്മളിവിടെ 4 എന്ന് കണ്ടുപിടിച്ചു. ഇനി പ്രിഫറൻസ് ഷെയർസിന്റെ അറിയാൻ വേണ്ടി എത്രയാ തന്നിട്ടുള്ള? 10 മില്യൺ ആണ് ടോട്ടല്. നോമിനൽ വാല്യൂ 1 ആണ്. അപ്പോ ഈക്വൽ ടു 55 ആണുള്ള. 10 മില്യൺ ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 10 തന്നെയല്ലേ വരിക? ഡിവൈഡ് ബൈ 10 ചെയ്തപ്പോൾ 0.55 ആയിരിക്കും അതിന്റെ P0. എല്ലാത്തിന്റെയും P0 ആണ്. സെപ്പറേറ്റ് അറിയാൻ വേണ്ടി നോട്ട് ചെയ്ത് വെക്കുന്നു തന്നതുകൊണ്ട്. ഡെപ്റ്റിന്റെ കൺവേർട്ടബിൾ ഡെപ്റ്റിന്റെ കണ്ടുപിടിക്കാൻ 100 ആണ് വരുന്നത്. 20 മില്യൺ. അപ്പൊ നമ്പർ ഓഫ് ബോണ്ട് കിട്ടാൻ വേണ്ടി, നമ്പർ ഓഫ് ലോൺ നോട്ട് അല്ലേ,
നമ്പർ ഓഫ് ലോൺ നോട്ട്സ് എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇത്രയായിരിക്കും നമ്പർ ഓഫ് ലോൺ നോട്ട് വരെ. 20 മില്യൺ ആണ്. അപ്പൊ ഈ കാണുന്ന ഇത്രയും മില്യൺസ് ആയിരിക്കും, മില്യൺസ്. ഡെപ്റ്റിന്റെ വാല്യൂ 18 ആണ്. 18 ഡിവൈഡഡ് ബൈ 0.2 എന്ന് പറയുമ്പോൾ 90 ആയിരിക്കും P0, 90. ഇത് നമുക്ക് ആവശ്യം വരും. P0s നമുക്ക് ആവശ്യം വരും. അത് ഞാൻ സെപ്പറേറ്റ് എടുത്തു വെക്കുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. കൺവേർട്ടബിളിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ പാരഗ്രാഫിൽ മൊത്തം തന്നിരിക്കുന്നത്. നമ്മൾ അത് ചെയ്യുമ്പോൾ വായിക്കാം. ഇനി ഇക്വിറ്റി റിസ്ക് പ്രീമിയം. ഇക്വിറ്റി റിസ്ക് പ്രീമിയം എന്ന് പറയുമ്പോൾ RM ആണോ RM മൈനസ് RF ആണോ? RM ആണോ RM മൈനസ് RF ആണോ? RM മൈനസ് RF അല്ലേ? RM മൈനസ് RF. അത് 5% തന്നു, 0.05 അതെടുത്തു. RF തന്നിട്ടുണ്ട് 3.5%, ടാക്സ് ഉണ്ട് 20%. അപ്പൊ RF തന്നു 0.035. 3.5% എന്ന് പറഞ്ഞാൽ 0.035 അല്ലേ? അപ്പൊ KE കിട്ടാൻ വേണ്ടി CAPM മോഡൽ വഴി ഈക്വൽ ടു RF പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബീറ്റ ഇക്വിറ്റി ഇൻറ്റു RM മൈനസ് RF ഡയറക്ട്ലി തന്നിട്ടുണ്ട്, അതും എടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. 10% കിട്ടി, 10%. ഇനി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് വേണം. പ്രിഫറൻസ് ഷെയർസിന്റെ ഡീറ്റെയിൽസ് വേണം. പ്രിഫറൻസ് ഷെയർസിന്റെ ഒന്നും തന്നിട്ടില്ല. ഇർറിഡീമബിൾ ആണ് എന്ന് പറഞ്ഞു. ഇർറിഡീമബിൾ പ്രിഫറൻസ് ആണെങ്കിൽ എങ്ങനെയാ KP കണ്ടുപിടിക്കുക? ഇർറിഡീമബിൾ പ്രിഫറൻസ് ആണെങ്കിൽ എങ്ങനെയാ KP കണ്ടുപിടിക്കുക? D0/P0 അല്ലേ? D0/P0. ഇവിടെ നമുക്ക് വേണ്ടത് D0 വേണം, P0 വേണം. P0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ P0 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. D0 കിട്ടണം. ഇന്ന് കൊടുത്ത ഡിവിഡൻഡ് അതെങ്ങനെയാ കിട്ടുക എന്ന് വെച്ചാൽ നോമിനൽ വാല്യൂ 1 ആണ്, 5% ആണ് പ്രിഫറൻസ് ഷെയറിന്റെ പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു 1 ഇൻറ്റു 0.05 അത് കിട്ടി. KP കിട്ടി. D0/P0 ചെയ്തു എളുപ്പം. D0 ഡിവൈഡഡ് ബൈ P0 അതും കിട്ടി. 9.09% ആയിരിക്കും വരുന്നത്. ഇനി KD കണ്ടുപിടിക്കണം. KD കൺവേർട്ടബിൾ ആണ്. അപ്പൊ അതിന് കുറച്ച് പണിയെടുക്കണം. KD കൺവേർട്ടബിൾ ആണ്. കൺവേർട്ടബിൾ ലോൺ നോട്ട്സ് റിഡീമബിൾ ആയതുകൊണ്ട് IRR കൺസെപ്റ്റ് ആണ്. അപ്പൊ ടൈമിംഗ് വേണം. ടൈമിങ്ങും ക്യാഷ് ഫ്ലോസ് ഒക്കെ അറിയണം. ക്യാഷ് ഫ്ലോസ് അതിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺവേർഷൻ റേഷ്യോ 20 ഷെയർസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. റിഡീം ചെയ്യുകയാണെങ്കിൽ പാറിലാണ് റിഡീം ചെയ്യുക. കൺവേർഷൻ ഡേറ്റ് റിഡംഷൻ ഡേറ്റ് ആണ് സെയിം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 5 years ടൈം, 5 വർഷമാണ് അപ്പൊ സമയം. ഇപ്പൊ T0 തൊട്ടിട്ട് ഞാൻ T5 വരെ എടുക്കുന്നു. T0 തൊട്ടിട്ട് T5 വരെ എടുക്കുന്നു. T5 ക്യാഷ് ഫ്ലോ T0 വരുന്ന ക്യാഷ് ഫ്ലോ മൈനസ് P0 ആയിരിക്കും. അതിനാ നമ്മൾ P0 കണ്ടുപിടിച്ചത്. അപ്പൊ P0 എല്ലാത്തിന്റെ ആവശ്യമുണ്ട്. T0 ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ വരിക P0 ആണ്. ഇത് വാക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ബിസിനസ് വാല്യുവേഷൻ അല്ല. അപ്പൊ എല്ലാം ആഫ്റ്റർ ടാക്സ് ആവണം. ആഫ്റ്റർ ടാക്സ്. ഇൻട്രസ്റ്റ് 7% ആണ്. 100ന്റെ മേലെ 7% എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 0.07 വന്നു. ഇൻറ്റു ആഫ്റ്റർ ടാക്സ് ആക്കണം. 1 മൈനസ് ടാക്സ് 20% ആണ്. 1 മൈനസ് T ചെയ്തു. ഇതാണ് ലാസ്റ്റ് വരെ വരിക. ലാസ്റ്റ് വർഷം ഇനി റിഡംഷൻ വാല്യൂ ആയിരിക്കോ കൺവേർഷൻ വാല്യൂ ആയിരിക്കോ എന്ന് കണ്ടുപിടിക്കണം. ലാസ്റ്റ് വർഷം റിഡംഷൻ വാല്യൂ ആയിരിക്കോ കൺവേർഷൻ വാല്യൂ ആയിരിക്കോ എന്ന് കണ്ടുപിടിക്കണം. റിഡംഷൻ വാല്യൂ, കൺവേർഷൻ വാല്യൂ. റിഡീം ചെയ്യുന്നത് പാറിലാണ് എന്ന് പറഞ്ഞു. കൺവേർട്ട് ചെയ്യാൻ കൺവേർഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? കൺവേർഷൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? P0 ഇൻറ്റു 1 പ്ലസ് G റേസ് ടു N ഇൻറ്റു N ആണ്. ഇതാ ചെയ്യണ്ടേ? ഓർമ്മയില്ലേ? കൺവേർട്ടബിൾ എന്തായാലും എക്സാമിന് ചോദിക്കും. 2 മാർക്ക് വരുന്ന ടോപ്പിക് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത് ക്ലാസ്സസിലെല്ലാം, ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ. അപ്പൊ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യേണ്ടത് ആരുടെ ഡാറ്റയാന്ന് ചോദിച്ചാൽ ഷെയറിന്റെ ഡാറ്റ ആയിരിക്കണം. കാരണം നമ്മൾ ഷെയറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൺവേർഷൻ വാല്യൂ ഷെയറിന്റെ P0 4. അപ്പൊ അതും ആവശ്യം വന്നില്ലേ? അപ്പൊ അതും കിട്ടി. ഇനി ഗ്രോത്തിന്റെ ഡീറ്റെയിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4% ആണ് ഷെയർ എക്സ്പെക്ടഡ് ടു ഗ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 1.04 1 പ്ലസ് G എന്ന് പറയുമ്പോൾ റേസ് ടു 5 വർഷം കൊണ്ടാണ് റിഡീം ചെയ്യുന്നത്. റേസ് ടു 5 ഇൻറ്റു എത്ര ഷെയർസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതാണ് ക്യാപിറ്റൽ ലെറ്റർ N ഇൻറ്റു 20. അങ്ങനെയാണെങ്കിൽ 97.33. ഈ രണ്ടെണ്ണത്തില് നമ്മൾ എങ്ങനെയാ ചൂസ് ചെയ്യുക? റാഷണൽ ആയിട്ട് ഒരു ഇൻവെസ്റ്റർ ലാസ്റ്റ് വർഷം റിഡീം ചെയ്താൽ 100 രൂപ കിട്ടും, കൺവേർട്ട് ചെയ്താൽ 97 വരുന്ന ഷെയറേ കിട്ടുള്ളൂ. ഏതായിരിക്കും എടുക്കുക? റിഡംഷൻ വാല്യൂ അല്ലേ? നമ്മൾ ഹയർ ആണ് ചൂസ് ചെയ്യുക. ഓൾവേസ് ഹയർ ആണ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഹയർ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിരിക്കും. പ്ലസ് ലാസ്റ്റ് വർഷം ഇൻട്രസ്റ്റും ഉണ്ടാവും. എന്തായാലും റിഡംഷൻ വാല്യൂവും ഇൻട്രസ്റ്റും കൂടി ഒരുമിച്ചാണ്. ഇനി IRR കണ്ടുപിടിച്ചാൽ മതി. IRR
ഈക്വൽ ടു IRR ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു T0 തൊട്ടിട്ട് T5 വരെ, T0 തൊട്ടിട്ട് T5 വരെ 8% കിട്ടും. ഇവിടെ പോയിട്ട് അതിന് നമ്മൾ റെഫറൻസ് കൊടുത്തു ഈക്വൽ ടു 8% എന്നുള്ള പെർസെൻറ്റേജ് മാറ്റിയിട്ട് നമ്മൾ വാല്യൂ ആക്കി കൊടുത്തു. ഇതാണ് നമ്മൾ നോർമലി എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്നത്. ഡെസിമൽ എടുത്ത 8.11 എന്നാണ് വരിക. ഇനി കാൽക്കുലേഷൻ, ബാക്ക് കാൽക്കുലേഷൻ എക്സൽ എളുപ്പവഴി എന്തായിരുന്നു? KE ഇൻറ്റു VE ചെയ്യുക, കോപ്പി എടുക്കുക, എല്ലായിടത്തും കൊടുക്കുക. ഇപ്പൊ കോസ്റ്റ് ഇൻറ്റു വാല്യൂ എന്ന് കിട്ടും. കോസ്റ്റ് ഇൻറ്റു വാല്യൂ, ഇതിന്റെ സം എടുക്കുന്നു ടോട്ടൽ, ഇവിടുത്തെ സം എടുക്കുന്നു ടോട്ടൽ, വാക് ന്യൂമറേറ്റർ ആയി ഡിനോമിനേറ്റർ ആയി. ന്യൂമറേറ്റർ എന്ന് പറയുന്ന K ഇൻറ്റു V ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിരിക്കും ഡിനോമിനേറ്റർ. 9.62 ആണ് ആൻസർ വരിക. 9.62 മിക്കവരും ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെയ്തവർക്ക് എല്ലാവർക്കും കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആണ്, വാക്ക് 9.62. ഇത്ര ചെയ്താൽ മതി, 10 മാർക്ക് കിട്ടി. ചെയ്യാൻ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് 10 മാർക്ക് കിട്ടും. ബാക്കി ഇഷ്ടം പോലെ സമയം ബാക്കി. വൃത്തിക്ക് തിയറി എഴുതാം, ഇതിൽ 20ൽ 15 മാർക്സ് സുഖമായി കിട്ടും. കൺവേർട്ടബിൾ ആയിരിക്കും ചെറിയൊരു കൺഫ്യൂഷൻ, ബാക്കി എല്ലാം സുഖമാണ്. എന്നാലും കൺവേർട്ടബിളിലെ ചില പോയിന്റുകൾ എഴുതാം. 15 മാർക്കിന് മേലെ സുഖമായിട്ട് കിട്ടുന്ന സെക്ഷൻ സി ആണ്. ഇതിന്റെ എയും ബിയും നോക്കിയപ്പോൾ എ പാർട്ട് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, ബി പാർട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, സിയും ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇവിടെ വരെ ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ സി ഒരു ക്വസ്റ്റ്യനും കൂടി ഇല്ലേ? സെക്ഷൻ സി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി, അടുത്തതിലേക്ക് പോകുന്നു. അടുത്തത് ചോദിച്ചിരിക്കുന്ന റിക്വയർമെന്റ് ഗ്രേറ്റ് ട്രിക്സ് എന്നാണ് ക്വസ്റ്റ്യന് പേര്. ഗ്രേറ്റ് ട്രിക്സ് കമ്പനി. റിക്വയർമെന്റ് എ വായിക്കാം. 10 മാർക്കിന് ഒരു റിക്വയർമെന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നുള്ളത് വായിക്കാം. 10 മാർക്കിന്റെ കാൽക്കുലേറ്റ് ഈക്വലന്റ് ആനുവൽ കോസ്റ്റ്, EAC കാൽക്കുലേഷൻ. എങ്ങനെയാ EAC കണ്ടുപിടിക്കുക? NPV ഓഫ് കോസ്റ്റ് കണ്ടുപിടിക്കും, ഡിവൈഡഡ് ബൈ ആനുവിറ്റി ഫാക്ടർ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ EAC കണ്ടുപിടിക്കുക? ആനുവിറ്റി ഫാക്ടർ ഏത് പീരീഡിനാണ് റീപ്ലേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറും. ഇവിടെ 3 ഇയറിന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിലും 4 ഇയറിന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിലും വരുന്നത് 2 മെഷീൻ ഉണ്ട്. 2 മെഷീൻ. ഇപ്പൊ 2 മെഷീന്റെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ടാവും. മെഷീൻ 1 എന്നുണ്ട്, മെഷീൻ 2 എന്നുണ്ട്. 2 മെഷീന്റെ EAC കണ്ടുപിടിക്കാനായിരിക്കും. EAC മെഷീൻ 1 എന്ന് പറയുന്നത് 3 ഇയേഴ്സും മെഷീൻ 2 എന്ന് പറയുന്നത് 4 ഇയേഴ്സും ആണ്. അപ്പൊ മെഷീൻ 1ന്റെ മെഷീൻ 2ന്റെ EAC കണ്ടുപിടിക്കാനും ആൻഡ് അഡ്വൈസ് വിച്ച് മെഷീൻ ടു പർച്ചേസ്. എങ്ങനെയായിരിക്കും നമ്മൾ അഡ്വൈസ് ചെയ്യുക? രണ്ടിൽ ഏറ്റവും കോസ്റ്റ് കുറവ് വരുന്ന ഏതാണോ അത് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. ഇത് ചെയ്യണമെങ്കിൽ സിനാരിയോ വായിക്കണം, ഡയറക്റ്റ് തിയറി ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ അതല്ലേ ആദ്യം ചെയ്യാം. ഡിസ്കസ് വൈ റീപ്ലേസ്മെന്റ് ഇന്റർവെൽ ഡിസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ EAC ആൻഡ് നോട്ട് NPV. NPV ഉപയോഗിച്ചല്ലാണ്ട് നമ്മൾ റീപ്ലേസ്മെന്റ് നടത്തുമ്പോൾ, റീപ്ലേസ്മെന്റ് ഇന്റർവെൽ ചൂസ് ചെയ്യുമ്പോൾ എന്തിന് EAC ഉപയോഗിക്കുന്നു? ഇത് എന്തിനെന്ന് അറിയണമെങ്കിൽ EACന്റെ കൺസെപ്റ്റും EAC എന്നുള്ള ടോപ്പിക് നല്ലപോലെ അറിയണം. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പമാണ്. നമ്മൾ എന്തിനാ ഈക്വലന്റ് ആനുവൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് ചെയ്യാനും NPV എടുക്കുന്നുണ്ട്. NPV ഇപ്പൊ 4 വർഷവും 3 വർഷവുമാണ് കമ്പയർ ചെയ്യുന്നത്. 4ഉം 3ഉം കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്നു. 4ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ NPV വെച്ചിട്ടാണെങ്കിൽ 3ാമത്തെ വർഷത്തിനെക്കാട്ടും ഒരു ക്യാഷ് ഫ്ലോ അധികമല്ലേ 4ാമത്തെ വർഷം? 4th ഇയർ എന്ന് പറയുന്ന 1 അഡീഷണൽ ഇയർ വരുന്നില്ലേ? അപ്പൊ എങ്ങനെ നോക്കിയാലും NPV കൂടുതൽ, കോസ്റ്റ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എങ്ങനെ നോക്കിയാലും കൂടുതൽ എവിടെയായിരിക്കും ചോദിച്ചാൽ 4 ഇയേഴ്സിലായിരിക്കും. കാരണം പീരീഡ് കൂടുന്തോറും ക്യാഷ് ഫ്ലോ കൂടിയിട്ട് അവിടെയാണ് NPV കൂടുതൽ വരിക. അതാണ് എപ്പോഴും സംഭവിക്കുക. ഇപ്പൊ NPV വെച്ചിട്ട് തീരുമാനം എടുക്കാൻ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അസറ്റ് എപ്പോൾ മാറ്റണം, എപ്പോഴാണ് കോസ്റ്റ് ഏറ്റവും കുറവുണ്ടാവുക. അപ്പൊ ഏറ്റവും കുറവ് പീരീഡിൽ മാറ്റുന്നതാണ് എപ്പോഴും നല്ലതെന്നേ പറയാൻ പറ്റുള്ളൂ. 2 വർഷവും 4 വർഷവും കമ്പയർ ചെയ്താൽ 2 വർഷത്തിനെക്കാട്ടും കോസ്റ്റ് കൂടുതലായിരിക്കും. എന്തുകൊണ്ട് 4 വർഷം? അതുകൊണ്ട് 2 വർഷത്തെ ചൂസ് ചെയ്താൽ മതി എന്നാണ് നമ്മൾ തീരുമാനിക്കാനുള്ള സാധ്യത. അത് തെറ്റാണ്. കാരണം ഡിഫറൻസ് ഇൻ ലൈഫ് വരുമ്പോൾ NPV യൂസ് ചെയ്താൽ നമുക്ക് ഒരു അബ്സല്യൂട്ട് ആൻസർ കിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ മെയിൻ റീസൺ. ഡിഫറൻസ് ഇൻ ലൈഫ് വരുമ്പോൾ NPV ഉപയോഗിച്ചാൽ ലെസ് ലൈഫ് ഉള്ളതിനായിരിക്കും കോസ്റ്റ് കുറവ്. ഓൾവേസ്, മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് യൂസ് ചെയ്യരുത്. പകരം ഈക്വലന്റ് ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കണം. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻ ഒക്കെ വേണം ആദ്യം പറയാം. നമ്മൾ 2 NPV കണ്ടുപിടിക്കുന്നു, അത് കമ്പയറബിൾ അല്ല. 2 വർഷവും 4 വർഷവും നമ്മൾ NPV കണ്ടുപിടിക്കുന്നത് കമ്പയറബിൾ അല്ല. അപ്പൊ ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, എല്ലാ വർഷവും സെയിം ക്യാഷ് ഫ്ലോ ആയിരുന്നെങ്കിൽ, എല്ലാ വർഷവും ഈക്വൽ ക്യാഷ് ഫ്ലോ, അതുകൊണ്ടാണ് ഈക്വലന്റ് ആനുവൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആനുവൽ, ഒരു വർഷത്തിൽ ഈക്വൽ കോസ്റ്റ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ, അല്ല ഡിഫറെന്റ് ക്യാഷ് ഫ്ലോസ് ആയിരിക്കും. അതിനെ ഈക്വൽ ആക്കാൻ വേണ്ടി എല്ലാ വർഷവും സെയിം വരികയാണെങ്കിൽ അതിനെ നമ്മൾ ആനുവിറ്റി എന്ന് വിളിക്കുക. ആനുവിറ്റി, ഒരു സർട്ടൻ പീരീഡിലേക്ക് എല്ലാ വർഷവും സെയിം വരുന്നതിനാണ് നമ്മൾ ആനുവിറ്റി എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ആനുവിറ്റി ബേസിസിലാക്കും.
തന്നിരിക്കുന്ന ഡാറ്റ ആനുവിറ്റി അല്ലെങ്കിലും ആനുവിറ്റി ബേസിസിലാക്കും. അതിന് NPV ഡിവൈഡഡ് ബൈ ആനുവിറ്റി ഫാക്ടർ ചെയ്യുമ്പോൾ ആനുവിറ്റി ക്യാഷ് ഫ്ലോ കിട്ടും നമുക്ക്. ആനുവിറ്റി ക്യാഷ് ഫ്ലോ, ആ ആനുവിറ്റി ക്യാഷ് ഫ്ലോനെയാണ് നമ്മൾ ഈക്വലന്റ് ആനുവൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം ഇത് എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഡിസ്കസ് എന്ന് പറയുമ്പോൾ, ഡിസ്കസ് എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പോലെയാണ് പറയേണ്ടത്. ആദ്യം എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ NPV ആവുമ്പോൾ ഇയേഴ്സ് കൂടുന്തോറും അവിടെ കോസ്റ്റ് കൂടും, അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല. EAC അതേ സമയത്ത് എല്ലാ വർഷവും സെയിം ക്യാഷ് ഫ്ലോ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ NPVനെ തന്നെ കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഉള്ള NPVനെ തന്നെയാണ് നമ്മൾ EAC ആക്കി മാറ്റുന്നത്. അപ്പൊ അതിനെ EAC ആക്കി മാറ്റിയതിന് ശേഷമാണ് അത് കമ്പയറബിൾ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഏത് ലൈഫ് ആണെങ്കിലും, ഇപ്പൊ 5 വർഷമുള്ള പ്രൊജക്ട് ആണെങ്കിലും 10 വർഷമുള്ള പ്രൊജക്ട് ആണെങ്കിലും, ആ 2 പ്രോജക്റ്റിലും ഒരു വർഷം വരുന്ന കോസ്റ്റ് എത്രയും, എല്ലാ വർഷവും ഒരേപോലെ ആയിരുന്നെങ്കിൽ ഒരു വർഷം വരുന്ന കോസ്റ്റ് എത്രയും നമ്മൾ ആക്കി മാറ്റും. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാൻ നല്ലത്. ഇത് വേണം പറയാൻ, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, 4 മാർക്കേ ഉള്ളൂ. അപ്പൊ IACന്റെ ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ബൈ ആനുവിറ്റി ക്യാഷ് ഫ്ലോ എന്നുള്ളത് ആനുവിറ്റി ഫാക്ടർ എന്നുള്ളതൊക്കെ ചെയ്തു വെച്ചാൽ നല്ല. അതിന്റെ ആൻസർ നോക്കാം. ഞാൻ അതിന്റെ ആൻസർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 35 വരും. ബിഹൈൻഡ് EAC. In simple situation, choosing between one-off project with different lives is quite straightforward for NPV technique used to evaluate cost and benefit of project over its life. അത് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് വെച്ചാൽ ഏതാ കൂടുതൽ അതായിരിക്കും എടുക്കുക. When project with different lives can be endlessly repeated, a form of infinite chain of identical project, then the situation is more complicated. ഒരേപോലത്തെ പല ലൈഫ് വരുന്ന പ്രൊജക്ട് ഇങ്ങനെ കാലാകാലത്തേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിൽ റീപ്ലേസ്മെന്റ് ഇന്റർവൽ, അങ്ങനെ നോക്കുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈച്ച് പോസിബിൾ റീപ്ലേസ്മെന്റ് ഇന്റർവൽ ഇൻ എ പ്രോജക്ട് 4 വർഷമാണോ 3 വർഷമാണോ എന്നുള്ളത് നോക്കിയിട്ട് മാറ്റണം. അതിനുവേണ്ടി ഇൻ ഓർഡർ ടു അലൗ ഫോർ ഡിഫറെന്റ് ലെങ്ത് ഓഫ് റീപ്ലേസ്മെന്റ് ഇന്റർവൽ, 4 വർഷം 3 വർഷം, അതിന് നമ്മൾ NPVനെ തന്നെ ആനുവിറ്റി ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ഫിഗറിനെയാണ് EAC എന്ന് പറയുക. ആ ഇക്വേഷൻ അവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഇക്വേഷൻ അപ്പൊ നമ്മൾ പറഞ്ഞ ആ സെയിം മീനിങ് തന്നെ അവരിങ്ങനെ പല പോയിന്റുകളും പാരഗ്രാഫും ആക്കി എഴുതുന്നത്. അപ്പൊ നിങ്ങൾ 2 പാരഗ്രാഫ് ആക്കി എഴുതും. 4 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ 2 ഒന്ന് അതിന്റെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടും ഒന്ന് ഡിഫറെന്റ് ലൈഫ് ആവുമ്പോൾ നമുക്ക് കമ്പയറബിൾ ആയിരിക്കില്ല എന്നുള്ള പോയിന്റ് കൂടി എഴുതും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതൊക്കെ അല്ലേ എല്ലാവർക്കും? 4 മാർക്കിന്റെ തിയറി. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ റെക്കോർഡിങ്സ് ആയിട്ട് ഇല്ലെങ്കിൽ മാരത്തോൺ പിന്നെ യൂട്യൂബിലായിട്ട് വാച്ച് ചെയ്യുന്നവർ പോസ് ചെയ്ത് ഒന്ന് കണ്ടാൽ മതി. ഒന്നുകൂടി പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. അതിനാണ് ഞാനത് പ്രസന്റ് ചെയ്ത് കാണിച്ചത് ആൻസർ. എക്സ്പ്ലെയിൻ പോസിബിൾ റീസൺസ് ഫോർ ക്യാപിറ്റൽ റേഷനിങ് എക്സ്പീരിയൻസ്ഡ് ബൈ ഗ്രേറ്ററിക്സ് കമ്പനി ആൻഡ് സജസ്റ്റ് 3 ways ഇറ്റ് മേ ഓവർകം. അപ്പൊ ഇത് ചെയ്യണേ കുറച്ച് സിനാരിയോ അറിയണം, എന്നാലേ ഇതിന്റെ ഇത് പറയാൻ പറ്റും. ഇവിടെ 2 ചോദ്യങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. റീസൺസ് ഫോർ ക്യാപിറ്റൽ റേഷനിങ് ആണ്. റീസൺസ് ഫോർ ക്യാപിറ്റൽ റേഷനിങ്. അപ്പൊ ആ എക്സ്റ്റേണൽ ക്യാപിറ്റൽ റേഷനിങ്ങിന്റെ റീസൺസ്, ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് ആയിരിക്കും ഇവിടെ. ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് എക്സ്റ്റേണൽ റീസൺസ് ആണ്. അപ്പൊ അത് ആദ്യം പറയണം. 6 മാർക്കിനാണ്. 3 മാർക്കിന് ഏതെങ്കിലും 3 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഒരു സെന്റൻസ് വെച്ചിട്ട് പറഞ്ഞു പോയാൽ മതി, ഒരു പാരഗ്രാഫ് ആക്കി എഴുതുക. അപ്പൊ നമ്മൾ അത് പറഞ്ഞു. ആൻഡ് എന്നാണ്. അപ്പൊ അടുത്തുണ്ട് സജസ്റ്റ് 3 ways ഇറ്റ് മേ ബി ഓവർകം. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 വേയ്സും പറഞ്ഞു കൊടുക്കാം. നമുക്ക് സിനാരിയോയിൽ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാം. ആദ്യത്തെ 1-2 സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഗ്രേറ്ററിക്സ് കമ്പനി ഈസ് എ സ്മോൾ റീസെന്റ്ലി ഇൻകോർപ്പറേറ്റഡ്. സ്മോൾ കമ്പനിയാണ്, ചെറിയ. അപ്പൊ എന്തായിരിക്കും? SME ഇല്ലേ? SME. അപ്പൊ ഇതൊരു ചെറിയ കമ്പനിയാണ്. ദാറ്റ് ഈസ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റേസ് ഫണ്ട് ടു റീപ്ലേസ് എ മെഷീൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ പ്രോസസ്. ഈ SMEന്റെ മെയിൻ പ്രശ്നമല്ലേ ഫണ്ടിങ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു. ഫണ്ടിങ് ഗ്യാപ്പ്. അപ്പൊ ഇവർക്ക് പുറത്തുനിന്ന് പൈസ ഒപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവരെ കൊണ്ട് പൈസ ഒപ്പിക്കാൻ പറ്റുന്നില്ല. ഇതാണ് അവരുടെ സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് ആണ്. അതിന്റെ 3 റീസൺസ് ആയിട്ട്, 3 റീസൺസ് എന്തൊക്കെയാ പറയാ? ക്യാപിറ്റൽ മാർക്കറ്റ് ഡിപ്രസ്ഡ് ആയിരിക്കാം, ഇൻവെസ്റ്റേഴ്സ് ഇവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ടു റിസ്കി എന്ന് വിചാരിക്കാം. കാരണം ഇവർ പുതിയ ചെറിയ കമ്പനിയാണ്. അപ്പൊ ഇവർക്ക് പൈസ കൊടുക്കാൻ താല്പര്യപ്പെടണമെന്നില്ല. ഗവൺമെന്റ് ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ഒരുപാട് ലോൺ കൊടുക്കണമെന്ന് വല്ല ഇമ്പോസിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ, അതുകൊണ്ട് ഇവർക്ക് പൈസ കിട്ടാണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ ആ ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് നമ്മൾ പഠിച്ച 4 പോയിന്റിൽ ഏതെങ്കിലും 2-3 മെൻഷൻ ചെയ്താൽ മതി 3 മാർക്കിന് വേണ്ടിയിട്ട്. ഇനി സജഷൻസ് പറയാൻ വേണ്ടി, സജഷൻസ് എങ്ങനെ ഓവർകം ചെയ്യും. ഇതാണ് നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസിൽ കുറെ ഫിനാൻസിങ് മെത്തേഡ്സ് പഠിച്ചില്ലേ. അപ്പൊ നമ്മളൊരു ചെറിയ കമ്പനിയാണ്, നമുക്ക് പൈസയ്ക്ക് ആവശ്യം വന്നു, പൈസ ഇല്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ പൈസ വേണം. അപ്പൊ ആ പൈസയ്ക്ക് വേണ്ടി ഏതെങ്കിലും ബിസിനസ് ഏഞ്ചൽ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഇത് കണ്ടിട്ടില്ലേ? അതേപോലത്തെ ഏഞ്ചൽ ഫിനാൻസിങ്, ഇങ്ങനെയുള്ള ആൾക്കാരെ പോയി തപ്പി കണ്ടുപിടിക്കുക. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ബിസിനസ് ഏഞ്ചൽ, ഇവരുള്ളവരെ പോയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അവർ വഴി നമുക്ക് പൈസ ഒപ്പിക്കാം. അപ്പൊ അവർ നമ്മുടെ കമ്പനിയിലേക്ക്, നമ്മുടെ ബിസിനസ് ഐഡിയയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരൊന്നും നോക്കാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അതിനനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇസ്ലാമിക് ഫിനാൻസ്
അതിൽ തന്നെ ഡെപ്റ്റ് ആയിട്ട് വരുന്ന ഇജാറ, അങ്ങനെ പലയുള്ള ഇതും നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും സജഷൻസ് പറയാം. നമുക്ക് ഫിനാൻസ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ ഫിനാൻസ് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് പറയാം. ലീസിന് എടുക്കുക, ആ മെഷീൻ പൈസ കൊടുത്ത് വാങ്ങാനാണില്ലെങ്കിൽ ലീസിന് എടുക്കുക, എന്നിട്ട് ആ മെഷീൻ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന റവന്യൂ നമ്മൾ കുറച്ച് ലീസ് തിരിച്ചടച്ചാൽ മതി, മന്ത്ലി ഇല്ലെങ്കിൽ ഇയർലി പേയ്മെന്റ് തിരിച്ചടച്ചാൽ മതി. ഇങ്ങനെയുള്ള സജഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അവരുടെ ആൻസർ നോക്കാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി ജനറൽ ആയിട്ട് വരുന്ന ആൻസർ ആണ്. ജനറൽ ആയിട്ട് 36 3 വേസ് പറഞ്ഞ 3 വേസ് അവർക്ക് സ്മോൾ കമ്പനി SME തന്നെയാണ്. സ്മോൾ കമ്പനി ആയതുകൊണ്ട് അവർക്ക് ഫണ്ടിങ് ഗ്യാപ്പ് പോലെ. അപ്പൊ ഫണ്ടിങ് ഗ്യാപ്പിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയി പറഞ്ഞത് ഇത് കണ്ടിട്ട് അതാണോ എഴുതേണ്ടതെന്ന് ചിന്തിക്കേണ്ട. സാധാ ഹാർഡ് ക്യാപിറ്റൽ റേസിംഗിന്റെ റീസൺസ് ഗവൺമെന്റ് എക്സ്പോസ് ചെയ്യുന്നത്, ബാങ്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കമ്പനി ടു റിസ്കി ടു ലെൻഡ് ആണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആ ഹാർഡ് ക്യാപിറ്റൽ റേസിംഗ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ടു റിസ്കി ടു ഇൻവെസ്റ്റ് ഇൻ ഗവൺമെന്റിന്റെ ഡെപ്റ്റ്, അതേപോലെ സെക്യൂരിറ്റീസ്, ആവശ്യത്തിന് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലോൺ തരാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഇനി അതിന്റെ ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സ് പോലെയാ പറഞ്ഞത്. എങ്ങനെ? ബിസിനസ് ഏഞ്ചലിനെ റെഫർ ചെയ്യാം, ക്രൗഡ് ഫണ്ടിങ് ഉപയോഗിക്കാം. ക്രൗഡ് ഫണ്ടിങ്, ഗവൺമെന്റിന്റെ എന്തെങ്കിലും സബ്സിഡീസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പൊ ബാക്ക്വേർഡ് ഏരിയയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ജോയിന്റ് വെഞ്ചർ പോയി തപ്പാം. കൺവെൻഷണൽ ഫിനാൻസ് അല്ലാണ്ട് ഇസ്ലാമിക് ഫിനാൻസ് പോലത്തെ മെത്തേഡുകൾ തപ്പിപ്പോവാം. ഇതിൽ ഏതെങ്കിലും 3 പറഞ്ഞാൽ മതി. ഏതെങ്കിലും 3 ജസ്റ്റ് ഇവരുടെ ആൻസറിലേക്ക് വലിപ്പം നോക്കുക. 2 സെന്റൻസ് ഇത്രയേ ഉള്ളൂ. 2 മാർക്കിന് 2 സെന്റൻസ് ആണ് എഴുതുന്നത്. അപ്പൊ അത്രയും തന്നെ നമ്മൾ എഴുതിയാൽ മതി. ആ സമയത്തിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. തന്നിട്ടുള്ള ടൈമിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. എക്സാം എഴുതുമ്പോഴുള്ള ഓൾവേസ് ഉള്ള ഒബ്ജക്റ്റീവ് അതായിരിക്കണം, 100 മാർക്കിന് അറ്റൻഡ് ചെയ്യാം. അപ്പൊ എപ്പോഴും സമയം ചിന്തിച്ച് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ തിയറിയും പറഞ്ഞു. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉള്ളൂ. നമ്മുടെ പ്രീമോക്ക് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രീമോക്ക് അല്ല, പാസ്സാവാനുള്ള വകുപ്പുള്ളവണ്. എക്സാമും ഇതേപോലെ ആയിരിക്കും. ആദ്യം തിരിച്ചറിഞ്ഞു, എക്സാമും ഇതേപോലെ ആയിരിക്കും. എത്ര പഠിച്ചിട്ട് പോയാലും ഫുള്ളി ഈസി ആയിരിക്കില്ല, ഭയങ്കര ടഫും ആയിരിക്കില്ല, ഒരു ആവറേജ് ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും എക്സാം എന്ന് മനസ്സിൽ വിചാരിച്ച് തന്നെ എക്സാം എഴുതാൻ പോയിക്കോളും. ഭയങ്കര പഠിച്ചു പോയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യനിലൊക്കെ ഡൗട്ട് വന്ന് കുടുങ്ങിപ്പോയാൽ അയ്യോ എല്ലാം വെറുതെ ആയി പോയല്ലോ ചിന്തിക്കരുത്. അങ്ങനെ പാനിക്കായി കൊള്ളാക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ബാക്കി കാൽക്കുലേഷൻ നോക്കാം നമുക്ക്. EAC ആണ്. മെഷീൻ 1 ഉണ്ട്, മെഷീൻ 2 ഉണ്ട്. ഒന്ന് 3 years, ഒന്ന് 4 years. എക്സലിൽ ചെയ്യാം ഞാൻ. ഇവിടെ താഴെയായിട്ട് ചെയ്യാം. മെഷീൻ 1 ഉണ്ട്, മെഷീൻ 2 ഉണ്ട്. 2 മെഷീൻസ് ഉണ്ട്. മെഷീൻ 1 ഉണ്ട്, അത് 3 years ആണ്. അപ്പൊ T0 തൊട്ടിട്ട് T3 വരെ. T3 വരെ ആയിരിക്കും ഉണ്ടാവും. അതേപോലെ മെഷീൻ 2 ഉണ്ട്. ആദ്യം മെഷീൻ 1ന്റെ ഡീറ്റെയിൽ വായിക്കാം, മെഷീൻ 1 കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് മെഷീൻ 2ലേക്ക് പോവാം. മെഷീൻ 1 എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് 1 million ഉണ്ട്. കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ് കൊടുത്തു. പർച്ചേസ് ചെയ്താൽ വരുന്ന കോസ്റ്റ് ആണ് 1 million. മൈനസിൽ കൊടുക്കാം. 1 2 3 1 2 3 1 million കൊടുത്തു. ആൻഡ് വുഡ് നീഡ് റീപ്ലേസിംഗ് ആഫ്റ്റർ 3 years when its residual value is 1 lakh. സ്ക്രാപ്പ് വാല്യൂ തന്നു. സ്ക്രാപ്പ് വാല്യൂ തന്നു 1 lakh. സ്ക്രാപ്പ് വാല്യൂ കിട്ടി. പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് കിട്ടുകയല്ലേ ചെയ്യുക. അപ്പൊ ഇൻഫ്ലോ പോലെ കാണിച്ചു. ആനുവൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എക്സ്പെക്ടഡ് ടു ബി 1,50,000 ഇൻ ദി ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 150 ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ. T1 ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട് -150. T1 150, T1 അപ്പൊ അവിടെ ഇൻഫ്ലേഷൻ ഒന്നുമില്ല. വുഡ് ഇൻക്രീസ് 5% per year in each subsequent year. മുന്നോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ കൂടും, കൂടും. അങ്ങനെയാണെങ്കിൽ 5% വെച്ചിട്ട് ഇൻക്രീസ്. ഇതിന്റെ മേലെ ഇൻറ്റു 1.05. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഞാൻ കോപ്പി എടുക്കുന്നു, അടുത്ത സെല്ലിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ഇവിടെ കൊടുത്ത തൊട്ട് മുമ്പത്തേന് ഒരു പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്യാനാണ്. അപ്പൊ എക്സലിൽ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പത്തേന് ഒരു പ്രാവശ്യം ഇൻഫ്ലേറ്റ് ചെയ്യുന്ന പോലെ കറക്റ്റ് ആയിട്ട് വന്നു. ഇനി അടുത്ത മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട് 32,000 per year ഫസ്റ്റ് ഇയറിൽ തന്നെ. വീണ്ടും ഫസ്റ്റ് ഇയർ. എല്ലാം T1 ടേംസ് ആണ് തന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് തെറ്റിക്കാൻ ചാൻസ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട് -32,000. മെയിൻ്റനൻസ് കോസ്റ്റ് -32,000 ഉണ്ട്. 4% ഇൻഫ്ലേഷനും പിന്നെ അങ്ങോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇത് ഇൻറ്റു 1.04 കോപ്പി പേസ്റ്റ്. കഴിഞ്ഞില്ലേ? ക്യാഷ് ഫ്ലോസ് എല്ലാം കഴിഞ്ഞു. ഇവിടെ ലാസ്റ്റ് തന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് റേറ്റ് 12 ആണ്. ടാക്സ് ഇല്ല. ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് സേവിങ്സ് വരില്ലായിരുന്നു. ടാക്സ് ഒന്നുമില്ല. അപ്പൊ നമ്മള് നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എന്നുള്ള പോലെ ഇതിനെടുക്കുന്നു.
ടോട്ടൽ സം വേണം ഈക്വൽ ടു സം ഓഫ് കോപ്പി പേസ്റ്റ് ചെയ്തു. നമുക്കിവിടെ വേണ്ട വാക്ക് എത്ര തന്നിട്ടുള്ള വാക്ക് 12% ആണ് 0.12. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ NPV കിട്ടി. NPV അല്ല വേണ്ട, ഇവിടെ EAC ആണ് വേണ്ട. NPV കണ്ടുപിടിച്ചാലേ നമുക്ക് EAC കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്ലസ് NPV ബ്രാക്കറ്റ് ഓപ്പൺ റേറ്റ് കോമ T12 ഇതുവരെ ഇത്രയാണ് NPV വന്നത്. ഇനി നമ്മൾ EAC കണ്ടുപിടിക്കണമെങ്കിൽ ആനുവിറ്റി ഫാക്ടർ അറ്റ് 12% ഫോർ T1 to T3 വേണം. 3 വർഷത്തിന്റെ ആനുവിറ്റി ഫാക്ടർ വേണം. ആനുവിറ്റി ഫാക്ടർ എവിടെ നിന്ന് കിട്ടും? സൈറ്റില് ഫോർമുല ഷീറ്റിൽ ഉണ്ടാവില്ലേ? ഫോർമുല ഷീറ്റില് 12%ന്റെ ആനുവിറ്റി ഫാക്ടർ 12% T3 വരെ എന്ന് പറയുമ്പോൾ 2.402 എന്ന് കിട്ടി. 2.402. അങ്ങനെയാണെങ്കിൽ EAC കിട്ടി നമുക്ക്. EAC ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 2.402. 576 ആണ് EAC വരിക. 576 അത് കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കമ്പയർ ചെയ്താലേ ഡിസിഷൻ പറയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി മെഷീൻ 2ന്റെ ഉണ്ടാക്കണം. ഇത് ഫുള്ള് ഞാൻ കോപ്പി എടുക്കുന്നു. ഇതേപോലെ തന്നെ ആയിരിക്കും മിക്കവാറും അടുത്തതിന് വരിക. കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, പേര് മാറ്റി കൊടുക്കും. മെഷീൻ 2 ആണ്. മെഷീൻ 2ന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 4 വർഷം ഉണ്ടാവും. T4 വരെ വന്നു. ഇവിടെയും T4 വരെ. ക്വസ്റ്റ്യനിലേക്ക് പോയി ഓരോന്നായിട്ട് പിക്ക് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് പിക്ക് ചെയ്യാം. മെഷീൻ 2 വുഡ് കോസ്റ്റ് 125 മില്യൺ ആണ്. 1.25 മില്യൺ. അപ്പൊ പർച്ചേസ് കോസ്റ്റ് വരുന്നത് -1250123 and would need replacing after 4 years when its residual value would be 150. Residual value തന്നിട്ടുണ്ട് 150. Residual value തന്നിട്ടുണ്ട് 150 പോസിറ്റീവ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എക്സ്പെക്ടഡ് ടു ബി 125 in the first year. 125 ആണ് ആദ്യത്തെ വർഷം. പിന്നെ 6% ആണ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ T1 ടേംസിൽ 125,000. എന്നിട്ട് 6% ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ 1.06 തൊട്ട് മുമ്പ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ 4ാമത്തെ വർഷം വരെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. മെയിൻ്റനൻസ് കോസ്റ്റും അതേപോലെ തന്നെ 42,000 ആണ്. ഒരു വർഷം കൂടെ അധികം പണിയെടുത്താൽ എന്തായാലും മെയിൻ്റനൻസ് കോസ്റ്റ് കൂടൂലേ? 42,000 ആണ് ആദ്യത്തെ വർഷം. പിന്നെ 4% വെച്ച് കൂടും. -42,000 ആദ്യം വരുന്നു. എന്നിട്ട് 4% വെച്ചിട്ട് കൂടുന്നു. 1.04. കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതുമായി ഇനി നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? വേറെ ഒന്നുമില്ല. നെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ കോപ്പി പേസ്റ്റ്. നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടി. നിങ്ങളുടെയൊക്കെ നെറ്റ് ക്യാഷ് ഫ്ലോ ഇവിടം വരെ സെയിം അല്ലേ നോക്കണേ. സെയിം അല്ലേ ചെക്ക് ചെയ്ത് നോക്കണേ. നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ. 0.12 NPV T0 പ്ലസ് റേറ്റ് കോമ T1 തൊട്ട് T4 വരെ ഇത്രയാണ് NPV. അപ്പൊ NPV വെച്ച് ഡിസിഷൻ എടുക്കാൻ പോയാൽ എന്തായാലും ഇവിടെ കുറവ് ഇവിടെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. NPV വെച്ച് ഡിസിഷൻ എടുക്കാൻ പോയാൽ ഇവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ റിക്വയർമെന്റ് ബിയിൽ NPV ഇല്ലെങ്കിൽ NPV ഉപയോഗിച്ച് ഡിസിഷൻ പറയരുത്, EAC തന്നെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ 12%ന്റെ ആനുവിറ്റി ഫാക്ടറാണ്. ആനുവിറ്റി ഫാക്ടർ ഫോർമുല ഷീറ്റ് 12%ന്റെ 4 ഇയേഴ്സിന്റെ 3.037 ആണ് വന്നത്. 3.037 NPV ഡിവൈഡഡ് ബൈ ആനുവിറ്റി ഫാക്ടർ 560 എന്നാണ് പറഞ്ഞത്. 560. അപ്പൊ ആൻസർ കിട്ടി. ഇനി വേണം കമ്പയർ ചെയ്യാൻ വേണ്ടി. 2 മെഷീനും കൂടി കമ്പയർ ചെയ്യണം. 2 മെഷീനും കമ്പയർ ചെയ്താൽ ഇവിടുത്തെ EAC 576ഉം ഇവിടുത്തെ EAC 560. അപ്പൊ ഇയർ കൂടിയാൽ EAC കുറയാം. NPV ആണെങ്കിൽ ഇയർ കൂടുന്നതോട് NPV കൂടുള്ളൂ. EACക്ക് എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ടാണ് EAC ഉപയോഗിച്ച് പറയണേ. ഇവിടെ അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമന്റ് എന്തായിരിക്കും? കമന്റ് since the EAC is lower for machine 2 when compared with machine 1, it is financially, so it is advised.
So it is advised to purchase machine 2. So it is advised to purchase machine 2 എന്നാണ് നമ്മൾ പറയണ്ടേ. ഓക്കെ ആണോ? കഴിഞ്ഞില്ലേ? നമ്മുടെ പ്രീ മോക്ക് കഴിഞ്ഞു. ACCA ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാം പഠിച്ചൊരു സ്റ്റുഡന്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിടുന്ന മോക്ക് എക്സാം നമ്മൾ ചെയ്തു. ഇനി മാത്രം പാടുണ്ടായിരുന്നോ? ഇതെല്ലാത്തിന്റെയും മാർക്കിംഗ് സ്കീം ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മാർക്കിംഗ് സ്കീം നിങ്ങൾ തന്നെ സൈറ്റിൽ എടുത്ത് നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ആയ മാർക്ക് കൊടുക്കുക. ആൻസർ ഡൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പല പ്രാക്ടീസ് എക്സാം ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. എല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് എക്സാം അടിക്കാൻ വരും. എൻഡ് എക്സാമിയുടെ ലെഫ്റ്റിൽ എൻഡ് എക്സാം വരും. എൻഡ് എക്സാം കൊടുക്കുക, യെസ് കൊടുക്കുക. എൻഡ് എക്സാം കൊടുക്കുക, യെസ് കൊടുക്കുക. എക്സാം എൻഡായി. എന്നിട്ട് അപ്പൊ ഇവിടെ പോകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയ പോലെ ഉണ്ടാവും. മാർക്ക് എക്സാം എന്ന് കാണാം. ഇവിടെ താഴെ മാർക്ക് എക്സാം എന്ന് കാണാം. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മാർക്ക് എക്സാം കൊടുത്താൽ നിങ്ങളുടെ മാർക്ക് വരും. ഡു യു വാണ്ട് ടു മാർക്ക് ദിസ് എക്സാം? യെസ്. നിങ്ങൾ എത്രയായിരിക്കും ചെയ്തിട്ടില്ല എന്നുള്ള MCQs മാത്രം അവർ മാർക്ക് ചെയ്ത് തരും. MCQs മാത്രം അവർ മാർക്ക് ചെയ്ത് തരും. അപ്പൊ ഞാൻ ചെയ്തതിൽ MCQs മാത്രം ചെയ്തതിന്റെ മാർക്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ പോയി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വന്ന മാറ്റമായിരിക്കും. അപ്പൊ അതിലെല്ലാം ആൻസേഴ്സ് ഇങ്ങനെ ഏതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, ഏതൊക്കെ തെറ്റിയിട്ടുണ്ട് എന്നുള്ള പോലെ നിങ്ങൾക്ക് തന്നെ റിവ്യൂ ചെയ്ത് നോക്കാം. എത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസിസിൽ എല്ലാം ചെയ്തോളുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി എക്സാമിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഒരു PDF എടുത്തിട്ട് പറയാം. മിക്ക ഇതിലും ഓഫ്ലൈൻ ഓൺലൈൻ ഒക്കെ ഞാൻ പറഞ്ഞാണ്. നമുക്ക് എക്സാം നമ്മൾ ഈ പഠിക്കുന്ന കഴിഞ്ഞ 3 മാസമായിട്ട് മൊത്തം പഠിച്ചത് ഒരു 3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ്. 3 hours. ആ 3 hours നമ്മൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ മാർക്ക്. എത്ര അടിപൊളിയായി പഠിച്ചു പോയവനും ആ കാണുന്ന എത്ര അടിപൊളിയായി പഠിച്ചു പോയ ഒരാളും ആ 3 മണിക്കൂർ വൃത്തിക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല, പാസ്സാവില്ല. അപ്പൊ ആ 3 മണിക്കൂർ നിങ്ങൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നോ അതാണ് നിങ്ങളെ പാസ്സാക്കുക. നിങ്ങളുടെ പാസ്സാവുന്ന മാർക്സിലുള്ള എല്ലാ ചേഞ്ചും ആ 3 മണിക്കൂറിലാണ്. ഈ 3 മണിക്കൂറിനെ തന്നെ നമുക്ക് 3 സെക്ഷൻ ഉണ്ട്. 3 സെക്ഷൻ A ഉണ്ട്, സെക്ഷൻ B ഉണ്ട്, സെക്ഷൻ C ഉണ്ട്. ഇത് ഓൺലൈൻ ഓഫ്ലൈൻ കാരോട് ഓൾറെഡി പറഞ്ഞാണ്. സെക്ഷൻ സിയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ 2 ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഒരു ക്വസ്റ്റ്യന് 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് എടുക്കുക. അപ്പൊ അത് രണ്ടും കൂടി നോക്കുമ്പോൾ 1.5 മണിക്കൂർ പോകും, ഇല്ലെങ്കിൽ 90 മിനിറ്റ്സ് പോകും. ബാക്കി 90 മിനിറ്റ്സിന് വേണം എയും ബിയും ചെയ്യാൻ വേണ്ടി. ശരിക്കും എയും ബിയും ചെയ്യാൻ വേണ്ടി ഒരു 75 മിനിറ്റ്സേ എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 75 മിനിറ്റ്സേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ എക്സ്ട്രാ ഒരു 15 മിനിറ്റ്സ് വരും. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്ലാഗ് ചെയ്ത് വെച്ച ചാലഞ്ചിങ് ആണെന്ന് ഫീൽ ചെയ്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 15 മിനിറ്റ്. അപ്പൊ ഈ സമയം നിങ്ങൾ എത്ര വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇനിയുള്ള ഡേയ്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. നിങ്ങൾ എക്സാമിന് ലാസ്റ്റ് ആണ് ഇത് കാണുന്നവരെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ അല്ലേ? പ്രാവശ്യം പാസ്സാവൂലേ? നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്, നല്ലോണം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എക്സാം ആണ്, നേരെ പോയി എക്സാം എഴുതുന്നു. അതിൽ ആ ഫുൾ കോൺഫിഡൻസിൽ നമ്മളെല്ലാം ശ്രദ്ധിച്ച് റിക്വയർമെന്റുകളൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ആൻസർ ചെയ്യുക. ഒരു ചോദ്യം ടഫ് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ കുത്തിയിരിക്കരുത്. നിർബന്ധമായിട്ടും നെക്സ്റ്റ് അടിക്കാനുള്ള മെന്റാലിറ്റി നമ്മൾ കാണിക്കണം. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഞെക്കി ഫ്ലാഗ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാനുള്ള മെന്റാലിറ്റി നമ്മൾ കാണിക്കണം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? എല്ലാവരും പാസ്സാവട്ടെ, പ്രാവശ്യം പാസ്സാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഗൈസ്. Bye bye.